Hi, welcome to our video. ഇന്ന് നമുക്ക് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് ഡാറ്റ സയൻസ്? ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ കളക്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അതുപോലെ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ യൂസ് ചെയ്യുന്നത്? ഈ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് എടുക്കുക, അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുക, അതുപോലെ റിയൽ വേൾഡ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പം പ്രഡിക്ഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഒരു ഹൗസ് പ്രൈസിൻ്റെ പ്രഡിക്റ്റ് ചെയ്യുക. റിയൽ വേൾഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൽഫ് ഡ്രൈവിംഗ് കാർ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ, ദെൻ അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് മോഡലിംഗ്, മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് നോക്കാം. സോ മെഷീൻ ലേണിംഗ് അറിയുന്നതിന് മുന്നേ എന്താണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് മനസ്സിലാക്കണം. സോ ഹ്യൂമൻ ബ്രെയിനിനെ മിമിക്ക് ചെയ്യുക എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഇൻ്റലിജൻസ്? ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു മെഷീന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് എബിലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ആ കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നത് മാത്രമല്ല ഇൻ്റലിജൻസിൽ വരുന്നത്. നമുക്കിപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഇതിന് എത്ര ടൈം ആവശ്യമായി വരും എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അത് നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ആണ്. ഇതുപോലെ തന്നെ ഒരു മെഷീൻ എബിലിറ്റി കൊടുക്കുക എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിൽ ഇൻ്റലിജൻസ് കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്റർ, നമ്മൾ പറഞ്ഞു പ്രോബ്ലം സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ. സോ ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാൽക്കുലേറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് മാത്തമാറ്റിക്കൽ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിന് നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷേ ഈ സോൾവ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഓരോ ഫംഗ്ഷൻ ചെയ്യുന്നതിനും ഓരോ അൽഗോരിതം അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാൽക്കുലേറ്ററിന് ഏബിൾ അല്ല. സോ നമ്മളൊരു ഹ്യൂമൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു സഡൻ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സഡൻ ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുപോലെ തന്നെ ഒരു മെഷീന് എബിലിറ്റി കൊടുക്കുക എന്നതാണ് ഈ ഇൻ്റലിജൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാൽക്കുലേറ്ററിനെ ഒരു ഇൻ്റലിജൻസ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ കാൽക്കുലേറ്ററിൽ ഓരോ ഫംഗ്ഷൻ ചെയ്യാനും ഓൾറെഡി പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ന്യൂ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഇൻ്റലിജൻസ് സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ. നിങ്ങളൊരു സെൽഫ് ഡ്രൈവിംഗ് കാർ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണം. ഇപ്പം ആ വെഹിക്കിൾ എന്ത് ചെയ്യണം? റോഡിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ എന്തൊക്കെ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ എന്തൊക്കെ ഇഷ്യൂസാണോ ഉണ്ടാവുന്നത് അതിനെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് അതിനുള്ള പ്രഡിക്ഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു ഡിസിഷൻ എടുക്കണം. സോ ഇതിനുള്ള എബിലിറ്റി ആവശ്യമാണ്. സോ ഇതിനെയാണ് നമ്മളൊരു ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇൻ്റലിജൻസ് കൊടുക്കുന്നത്? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് അൽഗോറിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ അൽഗോറിതംസ് പറഞ്ഞാൽ സെൽഫായിട്ട് ലേൺ ചെയ്യാൻ എബിലിറ്റി ഉള്ളവയാണ്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോറിതംസ് ആണ് മെഷീൻ ലേണിംഗ് അൽഗോറിതം എന്ന് പറയുന്നത്. ഈ മെഷീൻ ലേണിംഗ് അൽഗോറിതത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് അൽഗോറിതംസ് പറഞ്ഞാൽ അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഓരോ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ്. അതുകൊണ്ട് തന്നെ മെഷീൻ ലേണിങ്ങിനെ AI-യുടെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ മെഷീൻ ലേണിംഗ് അൽഗോറിതം സെൽഫായിട്ട് ലേൺ ചെയ്യുന്നതെന്ന് നോക്കണ്ടേ? നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു ക്യാറ്റ് വേഴ്സസ് ഡോഗ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. എനിക്കൊരു ന്യൂ ഇമേജ് കൊടുത്തെന്നാൽ അത് ക്യാറ്റ് ആണോ അല്ലെങ്കിൽ ഡോഗ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അൽഗോറിതത്തിലേക്ക് ഒരുപാട് ഇമേജസ് ക്യാറ്റിൻ്റെയും അതുപോലെ തന്നെ ഡോഗിൻ്റെയും ഇമേജസ് കൊടുക്കുന്നു. സോ ഈ ഇമേജസിനെ അനലൈസ് ചെയ്ത് മെഷീൻ ലേണിംഗ് അൽഗോറിതം സെൽഫായിട്ട് ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു. ഏതൊക്കെ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അത് യൂസ് ചെയ്തിട്ടാണ് മെഷീൻ ലേണിംഗ് അവിടെ പ്രഡിക്ഷൻ നടത്തുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യുകയല്ല ചെയ്യുന്നത്. മെഷീന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് ലേൺ ചെയ്യുകയാണുള്ളത്. ഇതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന അൽഗോറിതത്തിനെ നമ്മൾ മോഡൽസ് എന്നാണ് വിളിക്കുന്നത്. മോഡൽസ് എല്ലാം സെൽഫായിട്ട് ലേൺ ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഡാറ്റ യൂസ് ചെയ്യുന്നോ മോഡൽ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. നമ്മളൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ വേണം. ഈ ഡാറ്റയുടെ കളക്ഷനെയാണ് നമ്മൾ ഡാറ്റ സെറ്റ് എന്ന് വിളിക്കുന്നത്. എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നോ നമ്മുടെ മോഡൽ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോറിതം നോക്കി. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
നമ്മൾ ബയോളജിക്കൽ ന്യൂറോൺസ് യൂസ് ചെയ്തിട്ടാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്ഷൻസും ഡിസിഷൻസും എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. AI-യുടെ സബ്സെറ്റാണ് ML എന്ന് പറയുന്നത്. ML-ൻ്റെ ഒരു സബ്സെറ്റാണ് DL എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ ഒരു ക്യാറ്റ് വേഴ്സസ് ഡോഗ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അവിടെ നമുക്ക് കൂടുതലായും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്ക്സ് ആണ്. നമ്മളിവിടെ ഓരോ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്രഡിക്ഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പറഞ്ഞു, മെഷീൻ ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു, ഡീപ്പ് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് ഇതൊക്കെ പാസ് ചെയ്യണമെങ്കിൽ, ഈ അൽഗോരിതംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് ആവശ്യമില്ലേ? സോ ആ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. പൈത്തൺ പോലെ തന്നെ R ലാംഗ്വേജും യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ പൈത്തൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ലേണിങ്ങിലേക്കായാലും ഡീപ്പ് ലേണിങ്ങിലേക്കായാലും നമുക്ക് യൂസ് ചെയ്യാൻ കുറേ ലൈബ്രറീസ് ആവശ്യമാണ്. ഈ ലൈബ്രറീസ് എല്ലാം പൈത്തണിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പൈത്തൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയിട്ടാണ്. ഇനി നമ്മളിപ്പം ഡീപ്പ് ലേണിംഗ് വരെ എത്തി. ഒരു ഹ്യൂമൻ ബ്രെയിൻ പോലെ വർക്ക് ചെയ്യാനുള്ള സിസ്റ്റം വരെ ജനറേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്തറിയണം? ഒരു ഹ്യൂമൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ്, ആ ലാംഗ്വേജിനെ അനലൈസ് ചെയ്യാനും കൂടെ നമ്മുടെ മെഷീൻ എബിലിറ്റി കൊടുക്കണ്ടേ? സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ NLP എന്ന് പറയും. ഹ്യൂമൻ സംസാരിക്കുന്ന ഹ്യൂമൻ ലാംഗ്വേജിനെ അനലൈസ് ചെയ്യാനും ഹ്യൂമൻ ലാംഗ്വേജിൽ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാസ് ചെയ്യുക, ആ കോൺസെപ്റ്റ് മാത്രമായിരിക്കില്ല, അതിൽ നമ്മളൊരു സെൻറ്റിമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടാവും, ഒരു ഇമോഷൻസ് ഉണ്ടാവും. ഇതൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ള ഒരു എബിലിറ്റിയാണ് ഈ NLP എന്നുള്ള ഫീൽഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജിനെ അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റിയും കൊടുത്തു. ഇനി നമുക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കണ്ടേ? സോ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ വിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ഐ കൊണ്ട് നമ്മൾ എന്താണോ വ്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു മെഷീൻ എബിലിറ്റി കൊടുക്കുന്നു. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ വിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ മെഷീൻ ലേണിങ്ങിലായാലും ഡീപ്പ് ലേണിങ്ങിലായാലും നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് വേണമെന്ന്. ഈ ഡാറ്റാസിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡാറ്റാസ് എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആവശ്യമാണ്. സോ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റാനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റോർ ചെയ്ത ഡാറ്റേനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ MySQL ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റേനെ നമുക്ക് ബൈ വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതിനേക്കാളും വിഷ്വലി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ വിഷ്വലി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടെക്നിക്സ് ആണ് ഉള്ളത്. ഒന്ന് Power BI എന്ന് പറയും, അതുപോലെ തന്നെ ടാബ്ലോ. Power BI എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഫ്രീ വിഷ്വലൈസേഷൻ ടൂളാണ്. സോ Power BI യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഡാറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ഡാറ്റാ സയൻസ് എന്താണെന്ന് പറഞ്ഞു, ഡാറ്റാ സയൻസിൽ വരുന്ന മെഷീൻ ലേണിംഗ് എന്താണ്, ഡീപ്പ് ലേണിംഗ് എന്താണ്, കമ്പ്യൂട്ടർ വിഷൻ എന്താണ്, അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് പറഞ്ഞു, ദെൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റവും വിഷ്വലൈസേഷനായിട്ടുള്ള Power BIയും പറഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.